ശ്രീത്ത്, പ്രത്യേക സഹായമായി നമ്മൾ ചോദിച്ചത് 1500 കോടി രൂപയാണ്. 1500 കോടി രൂപയ്ക്ക് അത് ഏറ്റവും മിനിമം പിടിച്ച് സമർപ്പിച്ച തുകയുമാണത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകി മാസങ്ങളായിട്ടും ഇപ്പോഴും അതൊരു വ്യക്തതയില്ല. മാത്രമല്ല, കോടതിയിൽ കേസ് വളരെ ദിവസങ്ങളെടുത്ത് വാദം കേട്ട് ഏറ്റവും ഒടുവിൽ അത് ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴേക്കും പ്ലാൻ അല്ലെങ്കിൽ വീണ്ടും ഒന്ന് എന്ന നിലയ്ക്ക് ആ വാദം നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ SDRF ഫണ്ടിൽ പണമുണ്ടല്ലോ എന്ന് കേന്ദ്രം ചോദിക്കുന്ന ആദ്യ ചോദ്യം തന്നെ വീണ്ടും ഈ പറയുന്ന മാസങ്ങൾക്ക് ശേഷം വീണ്ടും ചോദിച്ചു നിൽക്കുകയാണ്. നമ്മൾ ചോദിച്ച വലിയ സഹായത്തിനുള്ള മറുപടിയാണോ ഈ 500 കോടി വായ്പ? ശ്രീത്, ഹാഷ്മി, കേരളം വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചുരുൾമല ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിനായി സമർപ്പിച്ച ആ വലിയ സഹായത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു അനുകൂലമായ പ്രതികരണമോ അത്തരത്തിലെന്തെങ്കിലും ആശയവിനിമയമോ സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതുക വയ്യ. അത്തരമൊരു ആശയവിനിമയം ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല. എന്നാൽ രണ്ട് കാര്യത്തിലുള്ള സഹായമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന്, ഹാഷ്മി സൂചിപ്പിച്ച പോലെ ദുരന്ത പ്രതികരണ നിധിയിലേക്കുള്ള ഒരു സഹായം വന്നു. അത് വയനാടിന് മാത്രമായുള്ള പ്രത്യേക സഹായമായി കരുതാൻ കഴിയില്ല. കാരണം ദുരന്ത പ്രതികരണ നിധിയിലേക്കുള്ള സംസ്ഥാന ഷെയറും കേന്ദ്ര ഷെയറുമുണ്ട്. അതിൽ കേന്ദ്ര ഷെയർ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നിയമപരമായി ലഭിക്കേണ്ട അല്ലെങ്കിൽ ഭരണഘടനാപരമായി തന്നെ ലഭിക്കേണ്ട പണമാണ്. അത് വയനാടിനുള്ള പ്രത്യേക സഹായമായി കരുതാൻ കഴിയില്ല. ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന 529.56 കോടി രൂപയുടെ വായ്പയും ഒരു പ്രത്യേക സഹായമായി കരുതുക വയ്യ. കാരണം ഇത് ഈ പുനരധിവാസത്തിൻ്റെ ഭാഗമായുള്ള അനുബന്ധ പദ്ധതികൾക്കായി സമർപ്പിച്ച 16 പദ്ധതികൾക്ക് പലിശയില്ലാത്ത 50 കൊല്ലത്തെ തിരിച്ചടവ് കാലാവധിയുള്ള ഒരു വായ്പയാണ് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ നേരിട്ട 2000 കോടി രൂപയുടെ നഷ്ടത്തിന് 1500 കോടി രൂപയുടെ പ്രതിവാസ പാക്കേജിന് ഇതൊന്നും കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വസ്തുത. ശ്രീ, നമ്മൾ ഈ പറയുന്ന 16 പ്രൊജക്റ്റുകൾക്കായി കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുന്നത്, കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത് ഈ ക്യാപെക്സ് ലോൺ തന്നെയാണോ ശ്രീത്? അതായത് ഈ സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വന്നിരിക്കുന്ന കത്തിൽ പറയുന്ന കാര്യം ഇതാണ്: ഐ ആം ഡയറക്റ്റഡ് ടു റെഫർ ദ ലെറ്റർ ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള സബ്മിറ്റിംഗ് ദെയർ വിത്ത് എ പ്രപ്പോസൽ കൺസിഡറിംഗ് 16 പ്രോജക്ട്സ് എമൗണ്ടിംഗ് ടു 535.56 crores for reconstruction of disaster affected area and seeking special assistance loan of 529.50 crore for additional allocation. അതായത് ഈ മൂലധന നിക്ഷേപ പദ്ധതി സഹായ പദ്ധതിയുടെ ഭാഗമായി ക്യാപെക്സ് പദ്ധതിയുടെ ഭാഗമായി തന്നെ സർക്കാർ ആവശ്യപ്പെട്ട പണമാണ് എന്ന നിലയ്ക്കാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ ദുരന്തത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ ക്യാപെക്സ് ലോൺ അനുവദിക്കൽ പതിവുള്ളതാണോ ശ്രീ? ഇത് അറിവുണ്ടോ? ഈ ക്യാപെക്സ് ലോൺ കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാനങ്ങൾക്ക് വിവിധ കാര്യങ്ങൾക്കായി നൽകുന്ന പദ്ധതിയാണ്. കേരളത്തിലും അത്തരത്തിൽ ക്യാപെക്സ് ലോണുകൾ ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ബജറ്റിന് മുന്നോടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലൊക്കെ തന്നെ ധനമന്ത്രി KN ബാലഗോപാൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. വായ്പയാണത്, എന്നാൽ തിരിച്ചടവിന് സാവകാശമുണ്ട്, പലിശയില്ല എന്നതാണ് ഈ ക്യാപെക്സ് ലോണുകളുടെ ഒരു ആകർഷണീയത. മൂലധന നിക്ഷേപ പദ്ധതികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ സഹായം, ഈ ക്യാപെക്സ് ലോണിൻ്റെ സഹായം അനുവദിക്കുന്നത്. ശ്രീത്ത്, നമ്മളിത് ഈ ക്യാപെക്സ് ലോണിനായി 16 പ്രോജക്റ്റുകൾ വെച്ച് അപേക്ഷിച്ചത് എന്നാണ്. എൻ്റെ ചോദ്യം, നമുക്കുള്ള കേന്ദ്ര സഹായം എന്ന കാര്യം ആവർത്തിച്ച് പറഞ്ഞതും ഏതെങ്കിലും തരത്തിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല, ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാവുന്നില്ലെന്ന് പോയിട്ട് വയനാടിനെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു പരാമർശം പോലും ഉണ്ടാവാത്ത അങ്ങേയറ്റം സങ്കടകരമായ സാഹചര്യം ഉണ്ടായി. കോടതിയിലും കേന്ദ്രം നിങ്ങൾക്കുള്ള പണം നിങ്ങൾ തന്നെ കണ്ടെത്തൂ, കേന്ദ്രത്തെ നോക്കിയിരിക്കാതെ എന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന പണം ആ ദിശയിലേക്ക് പോകുന്നില്ല, അതുകൊണ്ട് മറ്റൊരു വഴിക്ക് ചോദിച്ചത് ആവാൻ സാധ്യതയുണ്ടോ ഈ ക്യാപെക്സ് ലോണുള്ള അപേക്ഷ ശ്രീത്? ഹാഷ്മി, വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിനിരയായവരുടെ പുനരധിവാസത്തിന് വിപുലമായ ഒരു പദ്ധതിയാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. 2 ടൗൺഷിപ്പുകളിലൂടെ ഈ ദുരന്തത്തിനിരയായവരുടെ ഒരു പുനരധിവാസത്തിനുള്ള സമഗ്ര പദ്ധതി. അത് കേവലം വീടുകൾ നിർമ്മിച്ച് നൽകുക മാത്രമല്ല, അങ്ങനെ നിർമ്മിച്ച് നൽകുന്ന വീടുകൾ ഒരു ടൗൺഷിപ്പായി ക്രമീകരിക്കുന്നു. ആ ടൗൺഷിപ്പിൽ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനുള്ള, ഇപ്പോൾ അംഗൻവാടിയാണെങ്കിൽ അങ്ങനെ കളിസ്ഥലം, ഒപ്പം തന്നെ മറ്റ് ഇടതടവില്ലാതെ വൈദ്യുതിയും വെള്ളവും ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു സമഗ്ര പുനരധിവാസ പദ്ധതിയാണ് സംസ്ഥാനം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ വീടുകൾ നിർമ്മിച്ച് നൽകുന്ന ചെലവുകൾക്ക് പുറത്തുള്ള, അതായത് ഈ മേഖലയുടെ മറ്റ് ദുരന്തത്തിനിരയായ മേഖലയുടെയും ഈ ടൗൺഷിപ്പിൻ്റെയും മറ്റ് പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് 16 പദ്ധതികൾ തയ്യാറാക്കിയത്. ഉദാഹരണത്തിന് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ പദ്ധതിയിൽ സമർപ്പിച്ച ഒരു കാര്യം അവിടെ ഉണ്ട്. ഈ ദുരന്തത്തിനിരയായ സ്കൂളാണ്. അവിടെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണത്തിനായിട്ടുള്ളൊരു പദ്ധതി സംസ്ഥാന സർക്കാരിന് അത്തരമൊരു പദ്ധതി തയ്യാറാക്കി കേന്ദ്ര
കേന്ദ്രത്തിൽ സമർപ്പിച്ചത് ആ കാര്യത്തിൽ ഒരു സഹായം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ആ സ്കൂളിൻ്റെ നവീകരണം, ഒപ്പം തന്നെ ഈ പുന്നപ്പുഴ പല ദിക്കിലേക്ക് മാറി ഒഴുകി, പുന്നപ്പുഴ സാധാരണ നിലമ്പൂർ ഭാഗത്തേക്കാണ് താഴേക്കാണ് അത് ഒഴുകുന്നത്. എന്നാൽ ആ പുഴയുടെ ദിശ മാറി വന്ന് ഈ വെള്ളരിമല വില്ലേജ് ഓഫീസിന് പിറകുവശത്തെ ഒരു സ്ഥലത്തേക്ക് പുഴ ഗതികേറി മാറി വന്ന് അവിടെയാണ് വലിയ തോതിൽ മരക്കഷ്ണങ്ങളും പിന്നെ പാറക്കെട്ടുകളും ഒക്കെ അടിഞ്ഞുകൂടി. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ മൃതദേഹവും ആ ദുരന്തത്തിൽ കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെ പുഴ പല ദിവസത്തിലേക്ക് അത് പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ, ഒപ്പം തന്നെ മറ്റ് റോഡുകൾ, പാലങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, ഇവിടെയെല്ലാം വികസനത്തിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതിയാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ചത്. ആ പദ്ധതിക്കുള്ള സഹായമാണ് ഇത്. അതായത് പുനരധിവാസത്തിൻ്റെ പ്രാഥമിക ലക്ഷ്യമായി വീടുകൾ നിർമ്മാണത്തിലുള്ള പദ്ധതിയല്ല, മറിച്ച് അനുബന്ധ പദ്ധതികൾക്കാണ് ഇപ്പോൾ ഈ സഹായം ലഭിച്ചിരിക്കുന്നത്. ശ്രീത്ത്, നമ്മുടെ അപേക്ഷയ്ക്ക് ഈ പറയുന്ന 500 കോടി രൂപയുടെ ക്യാപെക്സ് അനുവദിക്കുന്ന ഉത്തരവ് വരുന്നത് എപ്പോഴാണ്? എന്തുകൊണ്ടാണ് സർക്കാർ അത് ഒഫീഷ്യലി സ്ഥിരീകരിച്ച് അതൊരു പ്രഖ്യാപനമായി ഇതിനോടകം നടത്താത്തത്? ശ്രീത്ത്, നമ്മൾ ആകാംക്ഷാപൂർവ്വം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ പറയുന്ന ലോൺ പലിശയില്ലാത്ത വായ്പയായിട്ടാണെങ്കിൽ കൂടിയും അത് എന്തുകൊണ്ടാണ് പറയാത്തത് ശ്രീത്ത്? കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് ഈ ഫെബ്രുവരി 11-നാണ് ഈ കത്ത് സംസ്ഥാനത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അയച്ചിരിക്കുന്നത്. ഇവിടെ സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ആ കത്ത് ലഭിച്ചിട്ടുണ്ട്. ആ കത്തിൻ്റെ അത്ര ലഭിച്ച കത്തിൻ്റെ പകർപ്പാണ് നമുക്ക് ലഭിച്ചത്. കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ ചിന്മയ് പുണ്ടികാറാവു എന്ന ഉദ്യോഗസ്ഥയാണ് ഈ കത്തിൽ ഒപ്പിട്ട് ഇവിടേക്ക് അയച്ചിരിക്കുന്നത്. അങ്ങനെ 11-ാം തീയതി ഫെബ്രുവരി 11-ന് അയച്ച കത്താണ്. ആ കത്തിലാണ് ഈ 529.56 കോടി രൂപയുടെ വായ്പാ സഹായം മൂലധന നിക്ഷേപ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തിന് അനുവദിക്കുന്നു, വയനാട് ദുരന്ത മേഖലയുടെ പുനർനിർമ്മാണത്തിനായി അനുവദിക്കുന്നു എന്ന കാര്യം പറയുന്നത്. ഓക്കെ, ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 24 ആണ് വാർത്ത ബ്രേക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് 529.5 കോടി സഹായം അനുവദിക്കുന്നു കേന്ദ്രം. സഹായം എന്ന് പറഞ്ഞാൽ കൈയയച്ച് സഹായിക്കലല്ല, എന്താണ് പുനർനിർമ്മാണത്തിനായി സമർപ്പിച്ച 16 പ്രൊജക്റ്റുകൾക്ക് വായ്പ അടിസ്ഥാനത്തിൽ മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തിയാണ് ആ വായ്പ അനുവദിച്ചത്. അതിന് പലിശയില്ല എന്നുള്ളതുള്ളൂ, പക്ഷേ 50 വർഷം കൊണ്ട് നമ്മൾ തന്നെ തിരിച്ചടയ്ക്കേണ്ട പണമാണ്. ശ്രീത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇനി സർക്കാരിൻ്റെ പ്രതികരണം വരട്ടെ.